ഹലോ എവരിവൺ, എൻ്റെ പേര് ഷഫീറ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനിപ്പോൾ PPTTC സെക്കൻഡ് റാങ്ക് ഹോൾഡറാണ്. ആദ്യം തന്നെ സർവശക്തനായ ദൈവത്തിന് സ്തുതി നൽകുന്നു. എന്താ പറയുക, റിസൾട്ട് കണ്ടപ്പോൾ തന്നെ വല്ലാതെ മനസ്സ് പൊട്ടിപ്പോയി. കാരണം നല്ല ഫീലായിരുന്നു എനിക്ക്. കരച്ചിലൊക്കെ വരുന്നു. ഞാൻ മാമിനൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ എത്താൻ സാധിച്ചതിൽ വലിയധികം സന്തോഷമുണ്ട്. ഞാൻ ഒരിക്കലും മനസ്സിൽ വിചാരിച്ചില്ല സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആവും എന്നുള്ളത്. പിന്നെ നമ്മൾ അത്രയും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ വിജയം എന്തായാലും ലഭിക്കുക തന്നെ ചെയ്യും. എൻ്റെ ഒരു ജേണി പറയാമെന്നുണ്ടെങ്കിൽ, ഞാൻ +2 കഴിഞ്ഞ ഉടനെ എൻ്റെ നിക്കാഹ് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ഒരുപാട് തവണ പറഞ്ഞു നോക്കിയതാണ് അതിനെ തുടർന്ന് പഠിക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ വേണ്ട എന്നുള്ളതിലായിരുന്നു അവരുടെയൊക്കെ സംസാര രീതി. അങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോയി. അതിൻ്റെ ഇടയിൽ 2 കുട്ടികളായി. പിന്നെ അതിനുശേഷം പിന്നെ പഠിത്തം എന്നുള്ളത് ഞാൻ എന്താ പറയുക, ഒരു സൈഡങ്ങ് മാറ്റി വെച്ചായിരുന്നു. പക്ഷെ എന്നാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ തോന്നുമായിരുന്നു ഒരു ടീച്ചർ ആവണം എന്നുള്ളത്. അപ്പോൾ +2 കഴിഞ്ഞവരെ ഉണ്ട് ഒരു ടീച്ചർ ആവണം എന്നുള്ളൊരു മോഹം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. 2023 നവംബറിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ സ്റ്റാറ്റസ് വഴിയാണ് ഞാൻ എജൂമിയ കാണുന്നത്. എജൂമിയിലേക്ക് ഞാൻ ജോയിൻ ചെയ്തു. ആ ലിങ്ക് വഴി ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് അഫോർഡബിളാണ് ഈ ഒരു കോഴ്സ്, ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് എനിക്ക് തോന്നി. കാരണം ഫിനാൻഷ്യലി ആണെങ്കിലും നമുക്ക് പറ്റുന്നൊരു ഫീസാണ്. നമുക്ക് പറ്റുന്ന തരത്തിലുള്ള ടൈമിങ്, നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നി. നമ്മുടെ വീട്ടിലെ ജോലി കഴിഞ്ഞാലും നമുക്ക് ഒരു ഫ്രീ ടൈമിൽ നമുക്കിരുന്ന് പഠിക്കാം. റെക്കോർഡ് ക്ലാസ്സസ്, നല്ല ടീച്ചേഴ്സ്, മെൻറ്റർ, എല്ലാത്തിനും ഹെൽപ്ഫുള്ളായിട്ടുള്ള ടീച്ചേഴ്സ്. അപ്പോൾ അതൊക്കെ കണ്ടേരം എനിക്ക് ജുമിയ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. പിന്നെ ജനുവരിയിലാണ് ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അടിപൊളി ക്ലാസ് ആയിരുന്നു. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കോഴ്സിന് ഫീ അടക്കാൻ ആരും തന്നെ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നില്ല. ഫസ്റ്റ് തന്നെ നമ്മൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണ്ടെങ്കിൽ നമ്മൾ ഹസ്ബൻഡിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഫാദറിൻ്റെ അടുത്തോ ആണല്ലോ ചോദിക്കുക. ഫസ്റ്റ് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഹസ്ബൻഡിന് പെർമിഷൻ തന്നെ തന്നത് കുറേ കാലം പിടിച്ചിട്ടായിരുന്നു പഠിക്കണം എന്നുള്ള പെർമിഷൻ കിട്ടിയത്. അപ്പോൾ ഫീസിൻ്റെ കാര്യം മുപ്പരോട് ചോദിക്കണ്ട എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്യാവശ്യം സ്റ്റിച്ചിങ്ങൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വർക്ക് തുടർന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും തരുവാണെങ്കിൽ ഞാൻ ഒരു നിങ്ങളതായ റേറ്റിൽ ഞാൻ ചെയ്തു തരാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ആദ്യം മുതലേ കുറഞ്ഞ റേറ്റിലൊക്കെ ചെയ്ത് കൊടുത്ത് അൽഹംദുലില്ലാ എനിക്ക് ഇങ്ങനെ ഓരോ മാസത്തെ ഫീസും എനിക്കത് വഴി അടക്കാൻ കഴിഞ്ഞു. അതിൽ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ തന്നെ നേടിയെടുത്തൊരു വിജയമാണ് ഇത്. കാരണം ഫീ അടക്കാനും ഒന്നിനും തന്നെ എനിക്കൊരു ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരു മാസം എനിക്ക് ഫീ അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വന്നു. ഒന്നും എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്റ്റിച്ച് ചെയ്യാനും ഒന്നും എനിക്കൊരു ഇതില്ല. അപ്പോൾ ഹസ്ബൻഡിനടുത്ത് ചോദിച്ചിട്ടും അവർ പറഞ്ഞു. പിന്നെ എൻ്റെ ഫ്രണ്ടാണ് എനിക്കൊരു പൈസ തന്നത്. അവളെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് വഴിയും അങ്ങനെ എനിക്കത് തുടരാൻ പറ്റി. ഞാൻ ആ സമയത്ത് മൊത്തം ഡൗണായി പോയായിരുന്നു. എനിക്കിത് തുടരാൻ പറ്റില്ലേ എന്ന് വിചാരിച്ചിട്ട് മാമിനൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പം മാം പറഞ്ഞ പ്രശ്നമില്ല, തുടർന്നു, എങ്ങനെയെങ്കിലും അത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടി. ലാസ്റ്റ് നമ്മളെന്താ പറയുക, മൊത്തം ഇങ്ങനെ വെള്ളം കോരി ലാസ്റ്റ് അങ്ങ് ഇട്ട പോലെ ആണ്ട എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അങ്ങനെ ഇരിക്കെ എക്സാം വന്നു. എക്സാമിനും കുറേ ഡൗട്ട് കാര്യങ്ങൾ ഒക്കെ നമുക്ക് ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ഏതൊക്കെ എക്സാമിന് വരും, എങ്ങനെയൊക്കെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിനൊക്കെ നമ്മൾ മെൻറ്റർ ആയിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ ഒരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. നമ്മളെന്താ പറയുക, കുറേ പുസ്തകങ്ങൾ നിങ്ങൾ പഠിച്ചോ എന്നുള്ള ഒരു മട്ടല്ല. കാരണം നമുക്കെല്ലാം A to Z എന്ന് പറയുന്നില്ലേ, അത് മൊത്തം നമുക്ക് തരുന്നുണ്ട് ഈ എജൂമിന്ന്.
അത് ഞാൻ ഗ്യാരണ്ടിയാണ്, നമുക്കൊക്കെ കിട്ടും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നമ്മളടുത്ത് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. അങ്ങനെ സെക്കൻഡ് റെക്കോർഡറായി. ഇതിലിപ്പോൾ എന്താ പറയുക, എനിക്കൊരു മോട്ടിവേഷൻ പോലെ തരാൻ പറ്റുന്നുള്ളത്, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കണം. അത് ആഗ്രഹിച്ച് നിന്നാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുകയും കഠിനാധ്വാനം കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ വിജയം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇൻഷാ അല്ലാ. എല്ലാവർക്കും എന്താ പറയുക, നന്മ മാത്രം വരട്ടെ. പിന്നെ എൻ്റെ ടീച്ചേഴ്സിനും എൻ്റെ മെൻറ്റർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അവരൊക്കെ വല്ലാണ്ട് ഞങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിലുപരി പിന്നെ ഫ്രണ്ട്സുകൾ, നമ്മളെ ജമീന്ന് ഒരുപാട് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ പറയുക, ഓൺലൈൻ ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. നമുക്കൊരുപാട് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഫ്രണ്ട്സ്. എന്താ പറയുക, എന്തും ഡൗട്ട് ചോദിക്കുക, എല്ലാം ക്ലിയർ ചെയ്ത് തരാം, അതിനൊക്കെയുള്ള നമ്മൾ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ്, കട്ടൊക്കെ നിൽക്കുന്ന ഫ്രണ്ട്സ്, അതെല്ലാം എനിക്ക് കിട്ടിയത് ജമീന്നാണ്. പിന്നെ എന്താ പറയുക, ഇനിയുള്ള കുട്ടികളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും നമുക്ക് ഫീ വരുന്നതും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളൊരു പ്രതീക്ഷയാവണം, നമ്മൾ ജയിക്കണം, നമ്മൾ റാങ്ക് ഹോൾഡർ ആവണം എന്നുള്ളതും കൂടി ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, എൻ്റെ എല്ലാ ടീച്ചേഴ്സിനും, എൻ്റെ മാമിനും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ.